بسم الله الرحمن الرحيم ياسين والقرآن الحكيم صدق الله مولانا العلي العظيم صدق وبلغ رسوله النبي الكريم യാസീൻ എന്നുള്ളത് അല്ലാഹു തആല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായി വിളിച്ചിട്ടുള്ള പേരുകളിൽ ഒരു പേരാണ് യാസീൻ. അല്ലാഹു തആല പറയുന്നു വൽ ഖുർആനിൽ ഹകീം, ഹകീമായ തത്വശാസ്ത്രം ലോകത്തേക്ക് പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ലോകത്തേക്ക് വിശദീകരിക്കുന്ന പരിശുദ്ധമായ ഖുർആനാണ് സത്യം. യാസീൻ പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പിന്നെ പറയുന്നത് അതാണ്. തത്വശാസ്ത്രം പറയുന്ന ഖുർആൻ എന്ന് പറയുമ്പോൾ വിസ്ഡം അഥവാ വൈസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോ ലോകത്ത് ഏത് തത്വശാസ്ത്രജ്ഞന്മാരായാലും ഫിലോസഫി ആയാലും സൈക്കോളജി ആയാലും അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആയാലും എത്ര വലിയ കണ്ടുപിടുത്തങ്ങളായാലും അത് പരിശുദ്ധ ഖുർആൻ ഒരിക്കലും മറികടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ പ്രവചിച്ച 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് ഉള്ളിലാണ് ഒതുങ്ങിക്കിടക്കുന്നത്. അതേസമയം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിനേക്കാൾ ഒരു സെന്റിമീറ്റർ പോലും അങ്ങോട്ട് കടക്കാൻ ഇന്നത്തെ ശാസ്ത്രത്തിനോ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഡെവലപ്മെന്റിനും ഒരു വൈജ്ഞാനികമോ അല്ലെങ്കിൽ ഏത് രംഗത്തുള്ള ഏതൊരു വികസനത്തിനും സാധിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. ഇപ്പോ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, സയന്റിസ്റ്റ് വിജ്ഞാനികൾ ഓരോന്ന് പറയുമ്പോൾ നമ്മളത് അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നു. ശരിയാണ്. പക്ഷേ ആ കാര്യം പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ നേരത്തെ അത് കണ്ടുപിടിക്കാനുള്ള വകുപ്പുകളും അതിനുള്ള ആവശ്യമായ സാധനങ്ങളും കമ്പ്യൂട്ടറുകളും റഡാറുകളും ലോകത്ത് അന്നത്തെ കാലത്തില്ലാത്തതുകൊണ്ട് അവർക്ക് സ്ഥാപിച്ചെടുക്കാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം ഇന്ന് വിജ്ഞാനികൾ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ആകാശത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സബ്അ സമാവാത്തിൻ 7 ആകാശങ്ങളെന്ന് പറഞ്ഞു. അപ്പോ ആദ്യമായി സയൻസ് പറഞ്ഞിരുന്നത് ഒരേ ആകാശമാവുകയെന്ന്. പക്ഷേ ഇപ്പോൾ പറയുന്നു 2ഉം 3ലേക്കും അവർ എത്തിക്കഴിഞ്ഞു. ചന്ദ്രനിലേക്ക് എത്തിക്കഴിഞ്ഞു. ചന്ദ്രനിൽ താമസിക്കാൻ മനുഷ്യർക്ക് വസിക്കാൻ സ്വസ്ഥമായി വസിക്കാൻ ആവശ്യമുള്ള വെള്ളവും ഓക്സിജനും ആ ചന്ദ്രനിൽ അതേപോലെ മംഗളനിൽ ഉണ്ടെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. അപ്പൊ അങ്ങനെ എത്ര കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കി പരിശുദ്ധ ഖുർആൻ അള്ളാഹു എന്തൊക്കെയാ പറഞ്ഞത്. ചില ആൾക്കാർ സയൻസിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആൻ സയൻസ് മാത്രമല്ല പറഞ്ഞത്. ചില ആൾക്കാർ പറയും ഖുർആൻ പറഞ്ഞ് ഞങ്ങൾ അംഗീകരിക്കൂല, അതൊക്കെ ഞങ്ങൾ കിട്ടിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആൻ ജിന്നുകളെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജിന്നുകളെ ഏതെങ്കിലും സയന്റിസ്റ്റ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആൻ ആഖിറത്തിന്റെ ജീവിതത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആഖിറത്തിനെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അന്ത്യകാലത്തെ സംബന്ധിച്ച് അതിന്റെ അടയാളങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കത് കണ്ടുപിടിക്കാൻ നമ്മുടെ ഏതെങ്കിലും വിജ്ഞാനിക്ക് സാധിച്ചോ? സാധിച്ചില്ല. അപ്പൊ നാം മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആൻ വൽ ഖുർആനിൽ ഹകീം, ഈ ഖുർആൻ സാധാരണ ഖുർആനല്ല, സാധാരണ ഗ്രന്ഥമല്ല, സാധാരണമായിട്ടുള്ള ഒരു പുസ്തകമല്ല. കേവലം മനുഷ്യന്മാരെ സന്മാർഗത്തിലാക്കാൻ വേണ്ടി മാത്രം വന്ന ഖുർആനല്ല, മറിച്ച് ലോകത്തേക്ക് വെളിച്ചമാണ്. ഈ ലോകത്തേക്ക് ആകമാനം പ്രകാശമായിട്ടാണ് ഖുർആൻ വന്നത് എന്ന് നാം ആദ്യം മനസ്സിലാക്കിയിരിക്കണം. യാസീൻ സൂറത്തിനെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി പറഞ്ഞ ഒരു സൂറത്താണ് യാസീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ യാസീൻ, ആരെങ്കിലും ഒരാൾ യാസീൻ ഓതിയാൽ, സുബൈ സമയമാകുമ്പോൾ ഒരാൾ ഖുർആൻ ഓതിയാൽ, ഈ സമയത്ത് ഒരാൾ ഖുർആൻ ഓതിയാൽ അവനിക്ക് അല്ലാഹു തആല നൽകും ഇസ്ര യൗമിഹി,
ആ ദിവസം ഇടി അവനിക്ക് അല്ലാഹു അവന്റെ കാര്യങ്ങളെ ഈസിയാക്കി കൊടുക്കും. ഹത്താ യുംസിയ, വൈകുന്നേരമാകുന്നത് വരെ അവനിക്ക് അവന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു ഈസിയാക്കി കൊടുക്കുന്നു. വമൻ ഖറഅഹ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ യാസീൻ വല്ലവനും ഓതിയാൽ ഈ സദ്രി ലൈലിഹി, അവന്റെ രാത്രിയുടെ ഭാഗത്ത്, രാത്രിയുടെ ആദ്യ ഭാഗത്തതായത് മഗ്രിബിന്റെയോ ഇശാഇന്റെയോ സമയത്ത് ഒരാൾ ഓതിയാൽ യുസ്റ ലൈലിഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവനിക്ക് ആ രാത്രിയിൽ അവനിക്ക് അല്ലാഹു ഈസിയാക്കി കൊടുക്കും. ഹത്താ യുസ്ബിഹ, സുബഹി സമയമാകുന്നതുവരെ. അപ്പോ യാസീനിക്ക് അല്ലാഹു തആല ആ ദിവസത്തിന്റെയും രാത്രിയുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം വെച്ചിട്ടുണ്ട് എന്നൊരു ഹദീസ് പറയുന്നു. മൻ ഖറഅ യാസീൻ ഗുഫിറ ലഹു, ഒരാൾ യാസീൻ ഓതിയാൽ അവന്റെ ദോഷം അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. വമൻ ഖറഅഹ ഇൻദ തആമിൻ ഖാഫ ലഹു കഫാ, ഒരാൾക്ക് ഒരു ഭക്ഷണം അവന്റെ മുന്നിലുണ്ട്, പക്ഷേ അതിൽ വിഷമുണ്ടോ പോയിസൺ ഉണ്ടോ അവനിക്കറിയില്ല. ഒരു പക്ഷേ പോയിസൺ കൊണ്ട് അവൻ മരിച്ചു പോകാം, അല്ലെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ആഹാരത്തിന്റെ പോയിസന്റെ പ്രശ്നം കൊണ്ട് അവനിക്ക് എന്തെങ്കിലും രോഗങ്ങളോ മറ്റോ സംഭവിക്കാം. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ ഭക്ഷണത്തിന്റെ മുന്നിൽ വെച്ച് യാസീൻ ഓതിയാൽ അവനിക്കത് മതിയാകുന്നതാണ്, അവനിക്കൊരിക്കലും ആ ഭക്ഷണം കൊണ്ട് പ്രശ്നം വരൂല. വമൻ ഖറഅഹ ഇൻദ മയ്യിത്തിൻ, ഇനി നാം പ്രത്യേകമായി പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ഇന്ന് ചില ആൾക്കാർ ചോദിക്കുന്നു, മരിച്ച ആളും യാസീൻ ഓതുന്നത് എന്തിനാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു, വമൻ ഖറഅഹ ഇൻദ മയ്യിത്തിൻ, ഒരാൾ മയ്യിത്തിന്റെ അടുത്ത് പരിശുദ്ധ ഖുർആൻ എടുത്ത് അതിന്റെ യാസീൻ എടുത്ത് ഓതിയാൽ ഉവ്വിന അലൈഹി, അവന്റെ മരണവേദന അവനിക്ക് അല്ലാഹു ഈസിയാക്കി കൊടുക്കും, എളുപ്പമാക്കി കൊടുക്കും. വമൻ ഖറഅഹ ഇൻദ ഇംറഅത്തിൻ അസുറ അലൈഹി വലദുഹാ, ഒരു പെണ്ണ് അവൾക്ക് പ്രസവിക്കാൻ പറ്റുന്നില്ല, വളരെ പ്രയാസമാണ്, അങ്ങനെയുള്ള ഒരു സമയം വന്നാൽ ആദ്യം നാം ചെയ്യുന്നത് എന്താണ്? ഡോക്ടർമാർ നല്ല ആ ഏരിയയിലുള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റൽ ഏതാണ്, ഏറ്റവും നല്ല ഡോക്ടർ ആരാണ് ഞാൻ കണ്ടുപിടിക്കുന്നു. അവസാനം പ്രശ്നം അവിടെയും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തങ്ങളെയോ അല്ലെങ്കിൽ ഔലിയായിനെയോ വിളിച്ചു പറയുന്നു, യാസീൻ ഓതുന്നു. നാം മനസ്സിലാക്കണം, നമുക്ക് എല്ലാ പ്രശ്നങ്ങളും തീർന്നതിന്റെ ശേഷം ചെയ്യാനുള്ള കാര്യമല്ല യാസീൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ സമയത്ത് തന്നെ ആദ്യം തന്നെ ഒരാൾ ബുദ്ധി ഉപയോഗിച്ച് ആ സ്ഥലത്ത് വെച്ച് യാസീൻ ഓതിയാൽ ആ പെണ്ണിന്റെ പ്രസവ വേദന മാത്രമല്ല, പിന്നെയും റസൂൽ പറയുന്നു, വമൻ ഖറഅഹ ഫകഅന്നമാ ഖറഅൽ ഖുർആന 11 മറ, ഒരാൾ ഒരു വട്ടം ഓതിയാൽ അവനിക്ക് പരിശുദ്ധ ഖുർആൻ 10 പ്രാവശ്യം 11 പ്രാവശ്യം ഓതിയ കൂലിയുണ്ട്. വലാ വലികുല്ലി ഷൈഇൻ ഖൽബുൻ ഖൽബുൽ ഖുർആനി യാസീൻ, എല്ലാ വസ്തുവിനും ഒരു ഹാർട്ടുണ്ട്, ഒരു ഹൃദയമുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ ഹൃദയം ഏതാണെന്ന്